ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമി ആത്യന്തികമായി മതരാഷ്ട്രവാദമാണ് പറയുന്നതെങ്കിലും ഇവിടെ അങ്ങനെയുള്ളൊരു സാഹചര്യമില്ല. ഇവിടെ അങ്ങനെ ഒരു വാദം പറഞ്ഞുകൊണ്ട് ഈ രാജ്യത്തെ ഒരാൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുമോ? എന്താണ് കരുതുന്നത്? അതൊന്നും സാധ്യമല്ലെന്നേ. അപ്പോൾ അങ്ങനെ ഒരു അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട ഒരു തീവ്രവാദ ആക്രമണമോ അല്ലെങ്കിൽ കലാപശ്രമങ്ങളോ ഒന്നും നമ്മുടെ മുന്നിലില്ല. അവരവരുടെ മതത്തിന്റെ ചട്ടക്കൂടിൽ കുറച്ചുകൂടി നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത ചില കാര്യങ്ങളായിരിക്കാം. അത് മറ്റുള്ളവരെ അന്യമതത്തെ ആക്രമിക്കുക അല്ലെങ്കിൽ മറ്റു മതസ്ഥരെ അപമാനിക്കുക എന്ന രൂപത്തിലേക്ക് വളരുമ്പോഴാണ് അത് തീവ്രവാദമാകുന്നത്. അതിലേക്ക് കടന്നിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ഇതുവരെയുള്ള ബോധ്യം. അത്തരം പ്രതികരണങ്ങൾ വരുമ്പോൾ അപ്പോൾ കാണാം. ഇരവാദം എല്ലാ കാര്യത്തിലും ഇരവാദം അവർ കാണുന്നുണ്ടോ എന്ന് തോന്നുമ്പോൾ അവരവരുടെ അരക്ഷിതാവസ്ഥ വേറെ രൂപത്തിൽ അത് അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ മനസ്സിലാക്കൽ. അത് ആ അരക്ഷിതാവസ്ഥ പടർത്താൻ ശ്രമിക്കുന്നുണ്ട് എന്നതുള്ളതും ഒരു ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ്. നമുക്ക് അങ്ങനെ ആശങ്കപ്പെടേണ്ട സാഹചര്യമുണ്ടോ? സാഹചര്യമില്ല എന്ന് നമുക്ക് ഇപ്പോൾ ഉറപ്പിച്ച് പറയാൻ കഴിയുമോ? ഇവിടുത്തെ പ്രധാനപ്പെട്ട അങ്ങനെ അരക്ഷിതാവസ്ഥ ഉണ്ടാകാതിരിക്കാൻ ശ്രമങ്ങൾ നടത്തേണ്ട CPM-നെ പോലുള്ള ഒരു ഇടത് പാർട്ടിയിൽ നിന്നും ഇത്തരം പ്രതികരണങ്ങൾ ഉണ്ടാക്കുമ്പോൾ അത് ആശങ്കപ്പെടുത്താണ്. AK ബാലനെ തിരുത്തേണ്ടതാണ്. അത് തിരുത്തേണ്ട CPM നേതാക്കൾ അതിശക്തമായി പ്രതികരിക്കേണ്ടതാണ്. പക്ഷേ ഉത്തരവാദപ്പെട്ട പല നേതാക്കളിൽ നിന്നും ഇത്തരം പ്രതികരണങ്ങൾ വരുന്നു എന്നുള്ളത് ആശങ്കപ്പെടുത്തുന്നതാണെന്നാണ് എനിക്ക് പറയാനുള്ളത്.